നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് അടുത്ത ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് 10ാം ഭാവത്തിൽ ഗുളിക നിന്നാൽ അത് തൊഴിലിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഇത് 12/8/1999 3:30 PM ജനിച്ച ഒരു പുരുഷന്റെ ജാതകമാണ്. അദ്ദേഹത്തിന്റെ നക്ഷത്രം മകം, പാദം 3. ഇത് അദ്ദേഹത്തിന്റെ ഗ്രഹനിലയാണ്. അപ്പൊ ഈ ഗുളികൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ തൊഴിൽ സ്ഥാനത്തെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ലഗ്നത്തെക്കുറിച്ച് നോക്കാം. ലഗ്നം വന്നിരിക്കുന്നത് ധനുർരാശിയാണ്, ധർമ്മരാശി. അത് കഴിഞ്ഞ് 2 കേതു, 3 ശൂന്യം, 4 ശൂന്യം, 5 ഗുരുവും ശനിയും, 6 ശൂന്യം, 7 ശൂന്യം, അഷ്ടമത്തിൽ 8 രവി, ബുധൻ, സർപ്പൻ. അതായത് ആദിത്യനും ബുധനും സർപ്പൻ അഥവാ രാഹുവും. 9 ചന്ദ്രനും ശുക്രനും, 10 ഗുളികനും, 11 ചൊവ്വ, 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഗ്രഹനില. ഇനി ചുറ്റും എഴുതിയിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ നവാംശകം, അതായത് നവാംശകത്തിന്റെ ഗ്രഹനിലയിലെ ചാർട്ടുകളാണ് പുറത്ത് എഴുതിയിരിക്കുന്ന ഗ്രഹസ്ഥിതികൾ. നമുക്ക് ലഗ്നത്തെ കുറിച്ച് നോക്കാം. ഇദ്ദേഹത്തിന്റെ ലഗ്നം ധനുർരാശി. ധനുരാശിയുടെ അധിപൻ ആരാണ്? എല്ലാവർക്കും അറിയാലോ. ധനുരാശിയുടെ അധിപൻ എന്ന് പറയുന്നത് വ്യാഴഗ്രഹമാണ്. ആ വ്യാഴഗ്രഹം എന്തായി? 1, 2, 3, 4, 5 നീചനായ ശനിയോടൊപ്പം വ്യാഴം യോഗം ചേർന്ന് നിൽക്കുന്നു. പിന്നീട് ലഗ്നാധിപൻ എന്ത് പറ്റി? ലഗ്നത്തിലേക്ക് സർപ്പന്റെ ദൃഷ്ടി. 1, 2, 3, 4, 5, 6 സർപ്പന്റെ 6ലേക്കുള്ള ദൃഷ്ടി. അപ്പൊ ലഗ്നത്തിന്, അദ്ദേഹത്തിന്റെ ജാതകത്തിൽ ലഗ്നത്തിന് എന്താണ് സംഭവിച്ചത്? ബലക്കുറവ്, ലഗ്നത്തിന് ബലമില്ലാത്തൊരവസ്ഥ. 2, നമ്മളുടെ സബ്ജക്റ്റ് അതല്ല. അപ്പം ലഗ്നത്തെ കുറിച്ച് കൂടി ചിന്തിച്ചതാണ്. കാരണം എല്ലാ കാര്യത്തിനും ലഗ്നത്തിന് ബലമുള്ള ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ അത്യാവശ്യം പുരോഗതിയിൽ എത്താൻ സാധിക്കുകയുള്ളൂ. 2, നമുക്ക് അദ്ദേഹത്തിന്റെ 10ാം ഭാവം ഇതാണ്. 1 എന്ന് എണ്ണി ഇങ്ങനെ എത്തുമ്പോൾ 10ാം ഭാവം. 10ൽ എന്താണ്? ഗുളികൻ. ഇപ്പൊ 10 തൊഴിൽ സ്ഥാനമാണ്. ആ തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്ന ഗുളികന്റെ സ്ഥിതിയെ കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ്. ഈ ഗുളികൻ ഇവിടെ നിൽക്കുമ്പോൾ ഗുളികൻ എന്താണ്? ദൃഷ്ടി. ഗുളികന് 12ലേക്കും 1ലേക്കും ഒക്കെ ഗുളികന് ദൃഷ്ടി വന്നു അല്ലേ? അപ്പോഴെന്താണ്? ഗുളികന് 12ലേക്കും 1ലേക്കും 7ലേക്കും ദൃഷ്ടി എന്ന പോലെ പ്രധാനമാണ് ഗുളികന് 12ലേക്കും 2ലേക്കുമുള്ള ദൃഷ്ടി. അപ്പം ഗുളികൻ എന്താണ്? ഇവിടുത്തെ ഈ രാശ്യാധിപൻ ആരാണ്? ഗുളികൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ, കന്നിരാശിയുടെ അധിപൻ ബുധനാണ്. അപ്പൊ എന്താണ്? ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ഗുളിക ഭവന ബാധാധിപത്യമുണ്ട്. അപ്പൊ എന്താണ്? 10ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുകയും ആ ഗ്രഹം, അതിന്റെ അധിപനായ ബുധൻ എവിടെ നിൽക്കുന്നു? സർപ്പനോടൊപ്പം ആദിത്യനോടൊപ്പം യോഗം ചേർന്ന് ലഗ്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്നു. അഷ്ടമം ദുരിതസ്ഥാനത്താണ് നിൽക്കുന്നത്. ഈ ഗുളികനൊക്കെ തന്നെ 11 എന്ന രാശി, ലഗ്നാൽ 11 ഒഴിച്ച് ബാക്കി ഏത് രാശിയിൽ നിന്നാലും ഏത് സ്ഥാനത്ത് നിന്നാലും അതൊക്കെ തന്നെ മോശപ്പെട്ട അല്ലെങ്കിൽ ദുർസ്ഥിതികളൊക്കെ തന്നെ സംഭാവന ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശനിയുടെ ഉപഗ്രഹമായ ഗുളികൻ. അത് തൊഴിൽ സ്ഥാനത്ത് 10ാം ഭാവത്തിൽ വന്നാൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, തൊഴിലാധിപത്യ ഗ്രഹം എന്താണ്? ഗുളിക ഭവന ബാധാധിപനായിട്ട് അഷ്ടമത്തിൽ സൂര്യനോടൊപ്പം സർപ്പനോടൊപ്പം ദ്വിഗുണയോഗം ചെയ്ത് അഷ്ടമത്തിൽ നിൽക്കുന്നു. പിന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? 2ലേക്ക് 12ലേക്ക് ഗുളികന്റെ ദൃഷ്ടി. 12 ചന്ദ്രൻ. അപ്പൊ മനസ്സിന്റെ കാരകാഗ്രഹമായ ചന്ദ്രന് ഗുളികന്റെ ദൃഷ്ടി. ശുക്രൻ ഏതാണ്? ദാമ്പത്യത്തിന്റെ കാരകഗ്രഹമായ ശുക്രനും
ഗുളികൻ്റെ ദൃഷ്ടി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ മനസ്സിന് ഗുണകരമല്ല, ദാമ്പത്യ ജീവിതം ഏറെ കണ്ട് ഗുണകരമല്ല. അദ്ദേഹം ഞാൻ കൺസൾട്ട് ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പറഞ്ഞെടുത്ത കാര്യങ്ങളൊക്കെ തന്നെ പുള്ളിക്ക് മനസ്സിലായി. പുള്ളി അതിന് പ്രായച്ചിത്തവും പരിഹാരമൊക്കെ ചെയ്ത് ഒരുവിധം മെച്ചമായ ജീവിതം മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണ്? തൊഴിൽ ഇറക്കുന്നില്ല, അതായത് തൊഴിൽ സ്ഥിരതയില്ല. ഒരുപാട് തൊഴിലുകൾ മാറി മാറി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 10ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നത് കൊണ്ട് തൊഴിൽ എന്താണ്? ഇദ്ദേഹം തൊഴിൽ ചെയ്ത കമ്പനിയിൽ ധാരാളം സമ്പത്ത് പുള്ളി കിട്ടാനുണ്ട് സാലറി ഇനത്തിൽ, അത് അവർ കൊടുക്കുന്നുമില്ല. വേറൊരു സ്ഥലത്തോട്ട് മാറിപ്പോകാനോട്ട് ഇവർ സമ്മതിക്കുന്നുമില്ല. അപ്പം തന്നെ പുള്ളിയുടെ 7ഓ 8ഓ തൊഴിൽ സ്ഥാന ഇടമായിട്ടാണ് ഈ ഫാക്ടറി പുള്ളി കൊണ്ട് നടക്കുന്നത്. അപ്പോൾ തൊഴിലിൽ മെച്ചമില്ല. തൊഴിൽ ചെയ്ത് സമ്പത്ത് ഉണ്ടാക്കാനുള്ള യോഗ്യത അല്ലെങ്കിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാക്കാനുള്ള യോഗ്യത പുള്ളിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അത് ഗുളികൻ്റെ സ്ഥിതി മൂലമാണ്. ഇനി ഗുളിക ഭവനപാതാധിപനായ ബുധൻ എന്താണ്? സൂര്യനുമായി സർപ്പനുമായി അഷ്ടമത്തിൽ യോഗം ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ എന്താണ്? തൊഴിൽ രംഗത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എന്താണ്? 10ാം ഭാവത്തിൽ ഗുളികൻ നിന്നാൽ തൊഴിൽ രംഗം ഏറെ കണ്ട് ശോഭിക്കില്ല. പിന്നെന്താണ്? ചന്ദ്രനിലേക്കും ശുക്രനിലേക്കും ദൃഷ്ടി കൂടി വരുമ്പോൾ അവിടെ മാനസികപരമായിട്ട് പ്രശ്നങ്ങൾ, അതുപോലെ ദാമ്പത്യപരമായിട്ടുമൊക്കെ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ബുധൻ എന്താണ്? ഈ ബുധനാണ് ഇദ്ദേഹത്തിൻ്റെ തൊഴിലാധിപത്യ ഗ്രഹം. അത് ഗുളിക ഭവന ബാധാധിപനായ അഷ്ടമത്തിൽ, അല്ലെങ്കിൽ അഷ്ടമസ്ഥാനത്തിൽ യോഗം ചേർന്ന് നിൽക്കുന്നു. അതൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒട്ടും ഗുണകരമല്ലാത്തൊരു സാഹചര്യമാണ്. തൊഴിൽ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കും. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തൊഴിലിന് വളരെ പ്രാധാന്യമുണ്ട്, രണ്ടുപേർക്കും ഉണ്ട്. എന്നാലും കുടുംബം നോക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കാരണം സാമ്പത്തിക സ്ഥിതികളിൽ കിട്ടുന്നില്ല. തൊഴിൽ ചെയ്ത് സാമ്പത്തിക വരുമാനം കറക്റ്റായി കിട്ടാത്തൊരു സാഹചര്യം. ധാരാളം തൊഴിൽ മേഖലകളിലൊക്കെ ജോലി ചെയ്തു, പക്ഷെ ഒന്നിൽ തന്നെയും മെച്ചം ഉണ്ടാകുന്നില്ല. അതാണ് സ്ഥിതി. ഇനി ഇദ്ദേഹത്തിൻ്റെ ദശാകാലം കൂടി നമുക്ക് പരിശോധിക്കാം. അപ്പോൾ എന്താണ്? അദ്ദേഹത്തിന് ദശാനാഥൻ എന്ന് പറയുന്നത് മകനക്ഷത്രമല്ല കേതുവാണ്. അത് 4/8/2002 വരെ. ശുക്രൻ ദശാകാലമാണ് 4/8/2022 വരെ. ആദ്യത്തെ ദശാകാലം 4/8/2028 വരെ. ചന്ദ്രദശാകാലം 4/8/2038 വരെ. ചൊവ്വ 4/8/2045 വരെ. സർപ്പദശാകാലം എന്ന് പറയുന്നത് 5/8/2063 വരെ. വീണ്ടും വ്യാഴദശാകാലം 5/8/2079 വരെ. ശേഷം ശനിദശാകാലമായി തുടരും. ഇനി ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ഏതാണ്? സൂര്യദശ ആദിത്യൻ 4/8/2028 വരെ. അതിലെന്താണ് അപഹരിച്ചിരിക്കുന്ന? ബുധൻ 30/3/2027 വരെ. ബുധൻ ആരാണ്? അദ്ദേഹത്തിന് തൊഴിൽ ഗ്രഹമാണ്, തൊഴിലാധിപത്യമുള്ള ഗ്രഹമാണ്. ആ ബുധൻ തന്നെ ആദിത്യനിൽ ഇപ്പോൾ നടപ്പു ദശയിൽ അംശീകരിച്ചിരിക്കുന്നു. അപ്പം എന്താണ്? ഗുളിക ഭവന ബാധാധിപനായ അഷ്ടമത്തിൽ നിൽക്കുന്ന തൊഴിലാധിപത്യമുള്ള ഗ്രഹം. അത് അദ്ദേഹത്തിന് നീചത്വത്തെ പ്രദാനം ചെയ്യും. ഗുണകരമല്ലാത്ത തൊഴിലൊക്കെ തന്നെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. തൊഴിലിടത്തിൽ പറ്റിക്കപ്പെടുകയൊക്കെ ചെയ്യും. തൊഴിൽ ഇങ്ങനെ മാറി മാറി ഷഫൾ ചെയ്ത് പുള്ളി ഒരു തൊഴിലിൽ നിന്ന് വേറൊരു തൊഴിലിലേക്ക് ജീവിതത്തിൽ മൊത്തം ചെയ്ത് സമയങ്ങൾ നഷ്ടപ്പെടുത്തി വരുമാനമൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും. തൊഴിൽ സ്ഥാനങ്ങളൊന്നും ഗുണകരമല്ലാത്തൊരു സാഹചര്യം ഈ 10ാം ഭാവത്തിൽ ഗുളികൻ നിന്നാൽ ഉണ്ടാവും. അതിന് വ്യക്തമായ പ്രായശ്ചിത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പുള്ളി അതെല്ലാം കർമ്മങ്ങളൊക്കെ ചെയ്തു. പുള്ളി അത്യാവശ്യം മെച്ചകരമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ.